വൺ ഇന്ത്യ മലയാളം. കേന്ദ്രഭരണത്തിന്റെ പിന്തുണയിൽ മലപ്പുറത്ത് ശക്തി തെളിയിക്കാനിറങ്ങിയ ബിജെപിക്ക് തിരിച്ചടി. മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമായ പ്രചാരണമാണ് മണ്ഡലത്തിൽ ബിജെപി കാഴ്ചവെച്ചതെങ്കിലും തെരഞ്ഞെടുപ്പിൽ അത് വോട്ടായി മാറിയില്ല. മലപ്പുറത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന്റെ നിഴലിൽ ഒതുങ്ങേണ്ടി വന്നു ഇത്തവണ പാർട്ടിക്ക്. മലപ്പുറത്തെ പ്രകടനം മെച്ചപ്പെടുത്തി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഊർജം സംഭരിക്കുകയായിരുന്നു ബിജെപിയുടെ ലക്ഷ്യം. കേന്ദ്രഭരണവും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാനായതുമെല്ലാം പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരുന്നു. 2014 നേടിയ 64,705 വോട്ടുകളും പാർട്ടിയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഘടകമായിരുന്നു. 1,00,000 മുകളിൽ വോട്ട് നേടി മണ്ഡലത്തിൽ ശക്തി തെളിയിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടി പ്രചാരണം നയിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത പ്രചരണത്തിന് നേതൃത്വവും നൽകി. 90,000 വോട്ടിന് മുകളിലെത്താനാകുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ വിലയിരുത്തൽ. എന്നാൽ വോട്ടെണ്ണൽ ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ ബിജെപിയുടെ പ്രതീക്ഷകൾ തകർന്നടിഞ്ഞു. ബിജെപി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന്റെ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പ് ഫലത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളോടുള്ള എതിർപ്പും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നല്ല ബീഫ് വിതരണം ചെയ്യുമെന്ന ബിജെപി സ്ഥാനാർത്ഥി എൻ ശ്രീപ്രകാശിന്റെ പ്രസ്താവന വലിയ രാഷ്ട്രീയ ചലനമാണ് മണ്ഡലത്തിലുണ്ടാക്കിയത്. മറ്റു പാർട്ടികൾ ഇത് ബിജെപിക്കെതിരെയുള്ള പ്രചരണായുധമായി ഉപയോഗിച്ചു. വടക്കേ ഇന്ത്യയിൽ ബീഫിനെതിരെ നിലപാടെടുക്കുന്ന പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനം മാത്രമാണിതെന്ന് കോൺഗ്രസും CPM-ഉം നിലപാടെടുത്തു. അവരത് ശക്തമായി പ്രചരണ യോഗങ്ങളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. വെറുതെ പറഞ്ഞാൽ പോരാ, നല്ല ബീഫ് വിതരണം ചെയ്തു കാണിക്കണമെന്നും കുമ്മനം തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നുമായിരുന്നു CPM നേതാവ് VS അച്യുതാനന്ദന്റെ വേങ്ങരയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലെ പ്രഖ്യാപനം. ഇതേ തുടർന്ന് എന്ത് സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞതെന്ന് വിശദീകരണം ചോദിക്കുമെന്ന് കുമ്മനം രാജശേഖരന് വിശദീകരിക്കേണ്ടതായും വന്നു. ബീഫ് വിഷയത്തിൽ മലപ്പുറത്ത് സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ച ശിവസേന രംഗത്തെത്തിയതും തിരിച്ചടിയായി. ഏതായാലും കേരളത്തിൽ ഭരണം പിടിക്കുകയെന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നീങ്ങുന്ന ബിജെപിക്ക് ആശ്വാസം പകരുന്നതല്ല മലപ്പുറത്തെ പ്രകടനം. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.